സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ പാതാരവിന്ദങ്ങളിൽ അനേക കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കേവർക്കും എൻ്റെ നമസ്കാരം. കർക്കിടകം എന്ന ഈ പുണ്യമാസത്തിൽ എൻ്റെ എക്കാലത്തെയും ആരാധനാമൂർത്തിയായ ശ്രീരാമചന്ദ്രനെ കുറിച്ചല്ലാതെ ആരെ പറ്റിയാണ് സംസാരിക്കുക? പ്രിയപ്പെട്ടവരെ, പറയൂ, ആരാണ് ശ്രീരാമചന്ദ്രൻ? ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരം. സ്വന്തം ധർമ്മത്തിൽ നിന്നും കടമകളിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ സ്വന്തം ജീവിതത്തെ മുന്നോട്ട് നയിച്ച മഹാപുരുഷൻ. ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി, അതാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീരാമനെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്. ധർമ്മത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ് ശ്രീരാമൻ. സത്യം പാലിക്കാൻ സ്വന്തം രാജ്യം പോലും ഉപേക്ഷിച്ച ആളാണ്. അതുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആരാധിക്കുന്നു. പിതാവിന്റെ വാക്കുകേട്ട് വനവാസം പോയ ആദർശപുത്രനാണ് അദ്ദേഹം. ആദർശ രാജാവാണ് അദ്ദേഹം. രാമരാജ്യത്തിന്റെ സന്തോഷത്തിനും നീതിക്കും വേണ്ടി സീതാദേവിയെ പോലും ആശ്രമത്തിലേക്ക് അയച്ചു. ആദർശപതിയാണ് അദ്ദേഹം. ഗർഭിണിയായ സീതാദേവിയെ ആശ്രമത്തിലേക്ക് അയക്കുമ്പോഴും ദേവിയുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു. ഇതിനെല്ലാം ഉപരി ത്യാഗത്തിന്റെ വലിയൊരു പാഠപുസ്തകം തന്നെയാണ് ശ്രീരാമന്റെ ജീവിതം. പിതാവിന്റെ വാക്കിനു വേണ്ടി രാജകീയ സുഖങ്ങൾ ഉപേക്ഷിച്ച് 14 വർഷം വനവാസം പോയത് മുതൽ രാമരാജ്യത്തിന്റെ സന്തോഷത്തിനും നീതിക്കും വേണ്ടി സ്വന്തം ഭാര്യയെയും പുത്രന്മാരെയും നഷ്ടപ്പെടുത്തിയത് വരെ അദ്ദേഹത്തിന്റെ ത്യാഗങ്ങൾ ഒരുപാടാണ്. സീതാദേവിയെ രക്ഷിക്കാൻ വാനരനെ ഒന്നിപ്പിക്കുകയും ലങ്കയിൽ പോയി അധർമ്മിയായ രാവണനെ വധിക്കുകയും ചെയ്തു. ഇതിലൂടെ തിന്മയുടെ മേൽ നന്മ വിജയിക്കും എന്നത് നമ്മെ പഠിപ്പിച്ചു. രാമരാജ്യത്തിലെ ഒരു പൗരന് പോലും കണ്ണുനീർ ഉണ്ടായിരുന്നില്ല. കാരണം രാമൻ ദൈവം മാത്രമല്ല, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ച ഗുരുവാണ്. മനസ്സിലെ ദുഃഖങ്ങൾ അകറ്റി രാമനാമം നമുക്ക് ജപിക്കാം. രാമായണം വായിച്ച് കുടുംബ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാം. നമ്മുടെ ഹൃദയത്തിൽ രാമൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട് രാമരാജ്യം പോലെയാകും. രാമനാമം ഉള്ളിടത്ത് ഭയമില്ല, കലഹമില്ല, രോഗമില്ല. കൂട്ടുകാരെ, നമുക്ക് രാമനെ പോലെ ജീവിക്കാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട്